ശ്രീ കെ വി സുമേഷ്. സാറേ, തുറമുഖങ്ങളുടെ വികസനം വളരെ പ്രധാനമാണ്. നമ്മുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. സാർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് അവിടെ മലബാർ ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് പോർട്ട് എന്നത്. മുഖ്യമന്ത്രി തന്നെ ചെയർമാനായിട്ടൊരു കമ്പനി രൂപീകരിക്കുകയും അത് പ്രോജക്റ്റ് അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു എന്നാണ് സാർ മനസ്സിലാക്കി. സാറ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അങ്ങ് ശക്തമായിട്ട് ഇടപെടുമോ എന്നതാണ് സാർ. തീർച്ചയായും സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 600 കിലോമീറ്റർ കടലും അതുപോലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലുമുള്ള ചെറിയ പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. ഈ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക്സും അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങും എല്ലാം കൊണ്ടുവരികയും ഈ പോർട്ടുകളുമായി ബന്ധപ്പെട്ടൊരു വലിയ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടു വരികയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ഇക്കണോമിക് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബജറ്റ് പ്രസംഗത്തിൻ്റെ പലതരത്തിലുള്ള ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കി സർക്കാരിന് പൂർണ്ണമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിവിധ വികസന പദ്ധതികൾ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റും. മലബാറിൻ്റെ പോർട്ട് അത് രൂപീകരിച്ച് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ്. വളരെ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതിനെ ഊർജ്ജസ്വലമാക്കാൻ ആ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാറിൽ ഇതിൻ്റെ അകത്ത് വലിയ വികസന സാധ്യത മലബാറിലുണ്ട്. ഈ അഴീക്കൽ പോർട്ടും അതുപോലെ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടെ അഴീക്കോടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വികസന സാധ്യതകളുടെ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. ഗവൺമെൻറ് അത് ഫസ്റ്റ് പ്രയോറിറ്റിയായി, ഒന്നാമത്തെ പരിഗണനയായി വെച്ചുകൊണ്ട് ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തീർച്ചയായും അതിലൊരു പ്രയോറിറ്റി ഈ മലബാറിലെ ഈ വികസന സംരംഭങ്ങൾക്കുണ്ടാവും.